അത് നടക്കൂല. ഞാൻ ഇവിടെ പൊരന്നിറഞ്ഞ്, അണ്ണനും ഇവിടെ പൊരന്നിറഞ്ഞ്, നമ്മളെല്ലാരും ഇവിടെ പൊരറിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തിന് എൻഗേജിങ് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക് അവസ്ഥ. അണ്ണൻ എന്റെ അവസ്ഥ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ. ഹലോ, ചന്ദ്രനാരെ വെടിവെച്ചിട്ട് ബാബു ആയിരിക്കും വന്നിട്ടുണ്ട്. ഹലോ, വന്നെന്ന് മനസ്സിലായി. വരുന്നതിന് മുമ്പ് തന്നെ നീ വന്നെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ചന്ദ്രൻ ചത്തില്ലേ? നിന്റെ കാലാണ് ഞാൻ കേട്ട കാലൻ പന്നി മുള്ളി. ഒരു അർജന്റ് കേസിൽ വന്നതാണ് മുള്ളി. വെറുതെ പിന്നീട് മറ്റേ മാക്കാച്ചി കുത്തിയ പയ്യനെ. അവനൊരു വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആണോ? ഇനിയിപ്പോ ഈ പറഞ്ഞ സാധനം എടുത്ത് വായിൽ വെച്ച് കിടന്നോ കേട്ടോ. അവിടെ പിന്നെ മുള്ളി, നമുക്ക് മറ്റന്നാളെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവം മുള്ളി. അപ്പൊ അതിന് കുറച്ച് പ്രിപ്പറേഷന് നാളെയാണോ? എന്താണ് ചേടാ? എന്തോ ഒരു പാത്തു എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ നിങ്ങളെ രണ്ടുപേരും കൂട്ടി അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഓ അതേ പോലെ 2 മിനിറ്റ് സമയം ദാസ, 2 മിനിറ്റ്. അത് തീർത്തില്ല. അത് വരുന്നു. നിനക്ക് നല്ല ഉത്സാഹമുണ്ട്. നിന്റെ തീർക്കാനായിരിക്കും അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇവന്മാർക്കൊക്കെ മറ്റേ ഗേൾസിന്റെ കാര്യം സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രസവിപ്പിക്കാനും പേരെടുക്കാനും സമയം കിട്ടുള്ളൂ. എന്താടാ ബാബു, പ്രോമിസ് പറയുന്നതാണ് മുള്ളേക്ക് ഇവന്മാരെ കൊച്ചിനെ കയ്യിലെടുക്കാനല്ലാതെ വേറെ ഗ്യാങ് അപ്പിട്ട് നാറ്റിക്കും. ഗ്യാങ് കൊണ്ട് ഫുള്ള് ഫാമിലി വാങ്ങിച്ചിട്ട് തീർന്നു പോകും. മള്ളി ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനൊക്കെ എന്തിനാ പെണ്ണ് പാരമ്പര്യം കാത്തിരിക്കാൻ? നമ്മൾ 2-3 പേരില്ലേ ജുഗുറിന്റെ പെണ്ണ് പോയി കേട്ടോ. നീയൊക്കെ തൂക്കിയിട്ടുണ്ട് നന്നായി കേട്ടോ. ഒരു കാര്യം പറയാം. കൊച്ചു കൊലയും അവന്റെ അഹങ്കാരവും. നീ എന്താ പറഞ്ഞു വന്നത്? മുള്ളി അതല്ലേ, അതേ നമ്മള് നാളത്തെ മറ്റന്നാളത്തെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ നടക്കോ? നാളത്തേക്കാണ് മള്ളി പറയുന്നത്. പിന്നെ അതിന് വേണ്ടി കുറച്ച് ചെലവ് 1.5 കോടി രൂപ വേണമായിരുന്നു. അതെന്തിനാ മുള്ളി? മുള്ളി ഇതിപ്പോ കാര്യം നടക്കുകയും വേണം, എന്നെ കൈ നനയാനും പാടില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? മേടിച്ചോ? അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മുള്ളി എനിക്ക് ഒരു കാര്യം, അടുത്ത വർഷം നടത്തിയാലോ പരിപാടി? ഇല്ല, ഞാൻ തരാം. ഞാൻ അത് വാങ്ങിച്ചിട്ട് കൈയോടെ ഇറങ്ങാനാ വന്നേ. ആണല്ലേ? ഒരു സെക്കൻഡ്. 1.5 വേണ്ട. അപ്പൊ നമുക്ക് 1-2 കാണാനില്ലേ? യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore. ഇവിടെ 2022 കഥ നടക്കണ്ടേ? കിട്ടിയില്ലേ? മള്ളി പറ്റിക്കില്ല. ഇത് എത്ര ഉണ്ട്? ഇതില്ല, കറക്റ്റ് 1.5 കോടി. അടുത്ത 1.5 കോടിയാണോ? ആ ശരിയാ. എന്റെ വേറെ പൈസ ഒന്നുമില്ല. 60 പാവം ചന്ദ്രനേടാ. എന്താ വണ്ടി എന്തിയെ? കുറച്ച് മണിക്കൂർ ഉണ്ട്. ഞാൻ എന്താ നാളെ മുള്ളി ഉണ്ടോ? ഫ്രീ ഇല്ലല്ലോ നാളെ. നാളെ ഉണ്ട്. മറ്റന്നാളാ. വാ എന്റെ വണ്ടി. അയ്യോ ഒരു മിനിറ്റ് ജുഗുറു, ഒരു സെക്കൻഡ്. ജുഗുറിന്റെ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അവന്റെ ബർത്ത്ഡേ അല്ലേ ഗൈസ്? അപ്പൊ ബർത്ത്ഡേ പരിപാടി കുളമാകും ഗൈസ്. ബർത്ത്ഡേ ആയിട്ട് നമ്മൾ പോയില്ലെന്നുള്ളത് ഭയങ്കര വിഷമമാണ്. അത് ഭയങ്കര ശോകമാണ്. മറ്റേത് അങ്ങനല്ലല്ലോ, നമുക്ക് സംസാരിക്കാം.
പോയി ചിലർക്കൊക്കെ 1.5 ലക്ഷം ഡയറക്റ്റ് കൊടുത്ത് ഫോൺ എടുക്കാൻ പൈസ ഉണ്ട്, ഇതിനൊക്കെ പൈസ കാണും. എടാ എന്റെ കൊമ്പനെ ആരെങ്കിലും എടുക്കണേ? ആ എടുത്തല്ലേ ഓക്കെ ഓക്കെ. വലിയ കൊമ്പൻ്റെ ഒരു ഇഷ്ടം. എന്റെ പുറകിൽ എന്റെ വണ്ടിയുടെ പേരാ കൊമ്പൻ. ഓഹോ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ. ഏതൊക്കെ ഇപ്പൊ എടുത്തോ? ഇതുവരെ പാടിട്ട് ആനാ ആര് ഈ കഴിഞ്ഞ കഴിഞ്ഞിട്ട് വരാൻ പറയാൻ. ബാബു എന്റെ ഇതിപ്പോ 5000 മേടിച്ചതേ ഉള്ളേ. പുതിയ അടവാണ്. 5000 മുള്ളി 5000 കൊടുത്തോ? മുള്ളി റെഡി ക്യാഷിന് 1.5 ലക്ഷം കൊടുത്ത ഐഫോൺ 512 GB എടുത്തവനാണ് അവൻ. മോമോയല്ലല്ലോ, അവൻ കണ്ണാപ്പിയല്ലേ എടുത്തത്. കണ്ണാപ്പിയല്ലേ എടുത്തത്. പക്ഷെ കൂടെ ആരാ ഉള്ളത് നിന്റെ കൂടെ ഇപ്പൊ? അപ്പൊ അവന്റെ ഫോണിൽ പറ്റിയ പൈസ നിനക്ക് തരാൻ പറ. അങ്ങനെയൊക്കെ പറയാൻ അവന്റെ കേക്ക് മേടിക്കാൻ പോലും പൈസ ഇല്ല ഇവിടെ ഇരിക്കുക. അതിന്റെ വിഷമം പറഞ്ഞ ബാബുശേട്ടന്റെ ഒരു ബർത്ത്ഡേക്ക് കേക്കൊക്കെ മേടിച്ചു തരാൻ നിങ്ങൾ മൊത്തം 2 പേരില്ലടാ. മറ്റേ പഴത്തേക്ക് കരണ്ട ചുമ്മാരി. ഇതൊക്കെ ഈ നേരം കടന്നു പോയി, ഈ നേരം കടന്നു പോലെ. ഈ നേരം കടന്നു പോയി ഇറങ്ങുപോയി. അടയാ എപ്പോഴും ജീവിതത്തിൽ ഒരു താഴ്ച ഉള്ളപ്പോ ഉയർച്ച എപ്പോഴേലും കാണും. നീ ഉയർച്ച കണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് പോകുന്നത്. നീ 1.5 മാസം കുറെ ഉയർച്ച കണ്ടതാണ് നിന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഓറഞ്ച് ഫോൺ വന്നത് കേട്ടോ. നാടുകൊണ്ടോടാ തെണ്ടി നിനക്ക് മനസ്സില്ല. അവന് വിഷമം പോയില്ല, പക്ഷെ അവൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ടൊക്കെ കരയേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞാല് മോശമായിട്ട്. അവന്റെ ബർത്ത്ഡേ ഇന്നല്ലോ. പവർ ബാങ്ക് ഡ്രോപ്പ് ചെയ്ത വീണ്ടും മേടിക്കാൻ നോക്കണം ബ്രോ. അത് ബഗ്. അത് അവരുടെ ചിലപ്പോ ഫോൺ ചാർജ് ചെയ്യായിരിക്കും. നോക്കാം. ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ നീ ഈ കുന്നപ്പാട്ടൊന്ന് നിർത്തുവോ കുറച്ചു നേരം? പാട്ട് നിർത്തോ അവിടെ? അല്ല ബാബുച്ചേട്ടാ, അതുപോലെ ബാബുച്ചേട്ടാ അറിയില്ലല്ലേ എത്ര കൂടപ്പുറപ്പുകളെ കൂടെ നടന്നിട്ടുണ്ട്. എടാ ഒന്ന് വണ്ടി ഒന്ന് നിർത്തോ. ഒരു മിനിറ്റ്. പല കാര്യങ്ങളും നമ്മളോട് നീ ഇപ്പോഴും ഞാനിന്നെ പിന്നെ കണ്ടോ പരിപാടിക്ക് വന്നില്ലേ എങ്ങനെയാണ്? കേറോ, ഞാൻ പവർ ബാങ്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് എടുക്കാൻ പോയതാ. ആ എങ്ങനെയാ ഇനി പരിപാടി ഒന്നും വന്നില്ല. നന്നായിട്ട് കുലിക്കും. ഇവിടെ മുള്ളി ശരിക്ക് പൈസ കൊടുത്തോ? ശരിക്ക് പൈസ കൊടുത്തോ? പിന്നില്ലാതെ ഞാനും തെണ്ട് കേട്ടോ നാളെ തൊട്ട്. ഇത് എളുപ്പമാണല്ലോ ഡെയിലി 5000. അണ്ണനെ കൊണ്ട് വരാൻ പറഞ്ഞു. അല്ലല്ലോ നിങ്ങള് വരൂലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. വാസണ്ണ സുഖാണോ? ഓ സുഖമാണ്. എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതല്ലേ. റീചാർജ് ആക്കിയോ ഫോൺ റീചാർജ് ആക്കി, പവർ ബാങ്ക് ഡ്രോപ്പ് ആക്കി, എല്ലാം ചെയ്ത് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. നമുക്ക് സെറ്റ് ആക്കാം. അണ്ണനില്ലാതെ എന്ത് പരിപാടി? അതുകൊണ്ട് അണ്ണനെ വിളിക്കാം. ബാബു അണ്ണനൊക്കെ ഉണ്ടായിരുന്നോ? ബാബു ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ബാബു ഒന്ന് എന്നടാ ബാബുവാണല്ലോ പോയപ്പോ. റീലുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൊണ്ടുപോയല്ലോ. അണ്ണ ഓടി വന്നതാ, അല്ലെങ്കിൽ ആ പട്ടി മാത്രമേ ചാവുള്ളായിരുന്നു. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ അണ്ണാ, ഒന്ന് അണ്ണാ. ഇറങ്ങുവാ. ഹെൽപ്പിട്. ഈഗോ പട്ടി. മനസ്സിലായോ? വെറും ഈഗോ അല്ലടാ നിങ്ങളിപ്പോ കണ്ടത്, വെറും ഈഗോ. ഒന്നും പറ്റില്ല. അണ്ണ ഉറങ്ങണമെന്ന് പറയാ ആഴത്തിലും പോയി. എന്തേ ഓർത്ത് റീത്ത കേട്ട് പറഞ്ഞു. അഡ്മിനെ അഡ്മിൻ ഒന്ന് വരാമോ? എല്ലാവർക്കും വെൽക്കം. ചേട്ടാ ഉറക്കമാണോ ചേട്ടാ? വെൽക്കം. വാർപ്പിലടക്കായിരുന്നു. അയ്യോ
നമുക്ക് ലോയൽറ്റി പോയിന്റ് ഇല്ല ഈ പുണ്ടിച്ച് കോയിഡർ കാരണം ഇനി. ഇതാര് തല്ലിക്കൊന്നേ? എടാ ഇത് ബാബു. ആ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യോ അവിടെ? വണ്ടി അണ്ണാ സോറി. രണ്ടുപേർക്കും കിട്ടിയോ? ഞാൻ ഇറങ്ങുവാന്നേ. മറ്റേ കുഞ്ഞെണീറ്റ് ബാബുനെ പൊക്കണടാ. ആ എന്നാ പൊക്ക അവന് പൊങ്ങ സാധനം പോലും. അപ്പൊ പൊക്ക വേണ്ട കാര്യം വിളിക്കണ്ട. എന്തായാലും വിളിക്കാം. വാസണ്ണ നമ്മളവിടെ ഒരു ഈവന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേ ഇവന്റ് ചെയ്തേ? നമ്മളെ ബാബു ഒന്ന് വന്നൊരു കാര്യം പറയാൻ ഞാൻ കാര്യം പറയട്ടെ. തലച്ചോറ് പോലും ഇല്ലാത്ത ബോബോയ് പറഞ്ഞ മള്ളി നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. നീ പോയി ആ കേക്ക് ഒന്ന് വായിലോട്ടിട്ട്. തലച്ചോറ് പോലും ഇല്ലാത്ത ബോബോയ്ക്ക് പെണ്ണ് സെറ്റ് ആവാൻ പോകുന്ന മൊമെന്റ് കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നവര്. ഏത് പെണ്ണ്? ഇത് ബേബി പാത്ത് അറേഞ്ച് ചെയ്തേക്കുന്ന പാർട്ടിയാ ബോബോയ്ക്ക് വേണ്ടിട്ട്. ഈ പൂവും കായും ഒക്കെ കൊണ്ട് നിൽക്കുന്ന കണ്ടാലേ അറിയാം ഈ നല്ല ശുഭമുഹൂർത്തത്തിൽ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന്. അത് നമ്മൾ കാണേണ്ട വരും. അതിനുള്ള മനക്കരുത്ത് നിനക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പോഴേ പറയാൻ വേണ്ടി വാവാ. പക്ഷെ കാണേണ്ട വരും. വാ ചന്ദ്ര വാവാ. പൂവും കായും പോലും ഇല്ലാത്തവന്മാർക്ക് പണ്ട് മുതലേ എനിക്കറിയാൻ മള്ളി. അല്ലെങ്കിൽ ഈ കായില്ലാത്തവന്മാർക്കാണ് കായില്ലേ അന്നെന്താ വിളിച്ച? പണ്ട് മുതലേ കായില്ലാത്തവന്മാർക്ക് പെണ്ണും കൊച്ചൊക്കെ ഉണ്ടാവുന്നത്. ബാബു നമ്മുടെ ഗ്യാങ്സിൽ ചോർച്ച തുടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് പറഞ്ഞു. അത് നിന്റെ പൊത്തേന്നായിരിക്കും ചോദിച്ചത്. അടച്ചു വെച്ചാ മതി. നിന്റെ പൊത്തയില്ല. അത് MC-ലോട് ഞാൻ പണ്ട് ഒരിക്കൽ അടച്ചതാ. ഈ പറഞ്ഞ ഇപ്പൊ തിരിച്ചെന്നെ കൊല്ലും. ഇല്ല ഞാൻ ഓർമ്മ പറഞ്ഞ രണ്ടത്തില് ഈ അക്കന്മാർ ഞാൻ അങ്ങനെ നടക്കത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ശരിയാ ശരിയാ. നമ്മുടെ മുരളിയിലെ കൊച്ചു പരിപാടാ. മുരളിക്ക് ഒരു മോൻ ഉണ്ടാവും. എന്നെ നമ്മുടെ ഈ ഗ്യാങ് ഫുള്ള് നോക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അല്ലേ മള്ളി? അതെ അതെ അതെ. കഴിവില്ലല്ലോ ബാബു. സൂപ്പർ തമാശ. ഓടിക്കോ. ഒന്നില്ലല്ലോ. അത് തന്നെ അല്ല കാര്യം. ബാബു അത് ബാക്കി തുറന്നേ. ബാബു ബാക്കി തുറന്നേ. നമ്മള് ലീഡേഴ്സൺ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ബാക്കി എന്റെ ബർത്ത്ഡേയിലായിരുന്നു ഞാൻ ഇച്ചിരി. പെണ്ണൊക്കെ ഉള്ളപ്പോഴാണ് ഇതിന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച ഒരു സന്തോഷം. എന്താടാ പെണ്ണൊക്കെ അല്ലെ എനിക്ക് സന്തോഷം വരത്തില്ലേ? കേക്ക് കിട്ടിയില്ലെന്നായിട്ട് സങ്കടപ്പെടണ്ട. എന്തായിരുന്നു എല്ലാം കേട്ട് ഉണ്ടാതെ ഇരുന്നത് കേട്ടോ. ഇവന് പെണ്ണ് തെറ്റാവണേ വെള്ളം മതി മുങ്ങിച്ചാവൻ. ഞാൻ റെഡിയാണ്. അവൻ എത്ര സെറ്റ് ആയിട്ടില്ലല്ലോ. ആരും സെറ്റ് ആയതിന് ക്യാൻസർ ഓ ആളെ കൊള്ളാലോ ബാബാ. സ്റ്റാറായല്ലോ നീ. സ്റ്റാറായല്ലോ. തമിഴ്നാട് ശവം. നിങ്ങൾ എല്ലാരും ഒരുമിച്ച് നിക്ക്. എടാ വാസവൻ ഇങ്ങനെ നിക്കുമ്പോ നീ ഇരിക്കാനോടാ ചന്ദ്ര ആ സൈഡിൽ നിക്കടാ. അല്ല ഇനി പണ്ണിരുന്നില്ല എനിക്ക് വിഷമമാണ്. ഞാൻ ബാബു എന്തൊക്കെ തമാശ പറയുന്നുണ്ടാ.
എന്താടാ വാസന ഇങ്ങനെ നിൽക്കുമ്പോ നീ മള്ളി, അത് ഇങ്ങനെ നമുക്ക് ഒന്ന് പറ്റുന്നില്ല, നമുക്ക് ബോബയെ അത് നടിക്കാൻ പറ്റുന്നില്ല, ശരിയാണ്. മള്ളി അണ്ണൻ നിൽക്കുമ്പോ നീ ഇരിക്കുന്നത് പറ്റുന്നില്ല. വാസന 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 നിന്നോണ്ട് കെട്ടിയ കേക്ക് മള്ളി പറ്റുന്നില്ല, മള്ളി എനിക്ക് ഇല്ല ബോബേ, ഇല്ല ബോബേ, ഇല്ല ബോബേ. ബോബെ അത് കസേര ഇവിടെ ഇല്ലെന്ന് നീ മനസ്സിൽ വിചാരിച്ചു. കസേര ഇല്ലാത്ത ബാബു ഭയങ്കര ബയാസ്ഡ് ആണ്, അറിയാലോ നിനക്ക് ഇവിടെ. മനസ്സിലായി കുഴപ്പമില്ല നിക്കാം ക്യാമറ ഒക്കെ ഉണ്ട്. ഗുഡ് കപ്പിൾ മുന്നോട്ട് വാ. അണ്ണ അടുത്തോട്ട് ബീവി പാത്ത് കേറിയോ? ബോബേയുടെ ഗേൾഫ്രണ്ട് അല്ലേ? ബോബയുടെ ഗേൾഫ്രണ്ടോ? ഞാൻ സിംഗിളാ. സിംഗിൾ ആണ് കോച്ചിന് വിഷമം. ചോദിക്കണേ. അതെന്താ വാസുണ്ണ പിണങ്ങി പോയോ? ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല വാസന ഒരു മാറ്റി അണ്ണാ പിണങ്ങല്ലേ, അണ്ണാ പിണങ്ങല്ലേ. ഇല്ലില്ല, അയ്യോ എടാ ഞാൻ അവിടെ വരെ പോയതാ, ഒരു ആവശ്യത്തിന് പോയതാ. കേക്ക് മുറിച്ചാ മതി. ഇല്ല എടാ നിന്റെ എല്ലാം ബർത്ത്ഡേ പോയി. അണ്ണനും ബോബോയും കൈ പിടിച്ചിട്ട് ആ വാ വാ, കൈ പിടിച്ച് പറിക്കാം, കൈ പിടിച്ച് പറിക്കാം, കൈ പിടിച്ച് പറിക്കാം, കൈ പിടിച്ച് പറിക്കാം. വാ. കൈ പിടിച്ച് നിങ്ങൾ ആരും കഴിക്കണ്ടേ, ഞാൻ കഴിച്ചോളാം. ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ കൈക്ക് മാറില്ല ചന്ദ്രോ. എടാ ബാബു അപ്പുറം നിന്നിട്ട് എടാ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. പാട്ടിടാം പാട്ടിടാം. മള്ളി ലക്കിയാണോ ബോബ ജീവിതത്തിൽ എന്തെങ്കിലും മള്ളിക്ക് ഷെയർ തരും. ബാബു മലയാളി തൊട്ടാക്കിട്ട് ബാബു സ്റ്റാർട്ട് ആയിക്കോ. ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചന്ദ്ര പീസ് എടുക്ക, പീസ് എടുക്ക. ബാബു ഇത്തിരി ബോബയുടെ വയൽ വെച്ചു, ആദ്യം ബോബയുടെ വയൽ വെച്ചെടുക്ക. ചന്ദ്ര ചെറിയുള്ള കഷ്ണം മലയാളി വയൽ വെച്ചെടുക്കും. മള്ളിക്ക് ചെറിയുള്ളതാണ് ഇഷ്ടം. എനിക്ക് ഇച്ചിരി വലുതാ. എടാ അവനിച്ചിരി കേക്ക് എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാമല്ലോ. ബോബോയ് മണ്ട കേക്ക് കട്ട് ചെയ്ത് മെഴുക തിരി കാണിച്ചില്ലല്ലോ. അയ്യോ ഊതരാ. ഹാപ്പി ബർത്ത്ഡേ ബോബോയ്. അത്രയുള്ള താങ്ക് യു അണ്ണ ഉമ്മ. അണ്ണന്റെ സ്നേഹം കണ്ടാ? അല്ല ഇത് ഈ പരിപാടി നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത ബീവി പാത്തുവിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഫുഡ് വെള്ളമുണ്ടായി. അത്രയുള്ള ഇത്രയും നല്ലൊരു പരിപാടി നമ്മുടെ ബോബോയ്ക്ക് വേണ്ടിയിട്ട് ബീവി പാത്ത്. നിനക്ക് വേണ്ടി പെരുമാമ്പ് ചുട്ടതാന്ന് പറഞ്ഞേ. അതെ ഒരുപാട് സന്തോഷം, ഒരുപാട് ഗ്യാങ്ങില് ബോബോയ് വന്നതിന് ശേഷം അവൻ ജനിച്ചത് ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ? അതെ അതെ സത്യം. അതെ, അവൻ ജനിച്ചതൊക്കെ ഒരു ആഘോഷം ആദ്യമായിട്ടാണ്. അത് ബീവി പാത്തിന്റെ സൈഡിലൊന്നും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. എന്താ ഇരട്ടി പറഞ്ഞില്ല ഒന്നും. അതെ അതെ അത് ശരിയാണ്. പാത്ത് ഇത്ര ഫ്രണ്ട്സ് നല്ലൊരു ഒക്കെ പിന്നെ എന്തിനാണ് ചന്ദ്രു? താങ്ക് യു താങ്ക് യു പാത്ത് താങ്ക് യു അണ്ണനും താങ്ക് യു. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് മള്ളി ആ നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാനും സെലിബ്രേറ്റ് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കില്ല. എന്റെ ബർത്ത്ഡേ എന്നാലും കുഴപ്പമില്ല, നാളെ നമുക്ക് മുറിക്കാട്ടോ. വേണ്ട ഞാൻ ജീവനോടൊപ്പം നടക്കൂല്ലോ. നീ ചത്തോ നമുക്ക് നാളെ കട്ട് ചെയ്യാം. അണ്ണാ എടാ എന്താ ബാബു സെറ്റ്. സന്തോഷം സന്തോഷം സന്തോഷം. എന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇല്ല 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 വിഷമിക്കല്ലടാ, നല്ല സന്തോഷ ദിവസം വിഷമിക്കല്ലടാ ഒരിക്കലും. അതെ ബാബു അല്ല ബോബോയ്, ബോബോയ്. അല്ലല്ല അതാ ബോബോയ് സന്തോഷം അല്ല സന്തോഷമായിട്ടുള്ള ഒരു ദിവസം എന്തായാലും വിഷമിക്കരുത്. നീ നിന്റെ നല്ല ദിവസമല്ലേ, നീ എൻജോയ് ചെയ്യേണ്ട ദിവസമല്ലേ. ഫോട്ടോ എടുക്കണം, ചിരിച്ചു ഫോട്ടോ എടുക്കട്ടെ. പുറത്തവര് കേക്ക് കുറിക്കാൻ പറ്റൂല പറ്റിയില്ല. ചവിട്ടലാണ് മന്ദാര കേക്കില് ഒരു ഫോട്ടോ കിട്ടടാ. ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും. ബോബോയ് ചിരിക്കടാ, ചിരിക്കും ബോബോയ്. ചിരിക്കടാ വലിയ കറയാ. പാത്ത് വന്നില്ലായിരുന്നല്ല പാത്തുവേ. ചോക്ലേറ്റ് ഓ ചോക്ലേറ്റ്. എന്തോ ഫ്രെയിമിലോട്ട് നിൽക്കും ഫ്രെയിമിലോട്ട് നിൽക്കും. ബാത്തു ഈ സൈഡിൽ സ്പേസ് കൈ ഇവിടെ നിന്നാ മതിയോ? മതി 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 മതി, നല്ല ചേർച്ചയുണ്ട്. പക്ഷെ ബാക്കിലല്ലേ കാണുന്നല്ലോ. ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താ. ഇങ്ങോട്ട് സ്റ്റീവ് വന്നെന്ന് കേട്ടു. പാത്തിന് നടക്കുന്നിടത്തോ ആ അതെ സ്റ്റീവ് വന്നു സ്റ്റീവ് തിരിച്ചു വന്നു. സ്റ്റീവ് ഏത് സ്റ്റീവ്? നമ്മുടെ ടിവിയിലുണ്ടായിരുന്ന സ്റ്റീവ്. ഒരു ഗുണമില്ല. അവ എല്ലാം നേരത്തെ പോയി മള്ളി ചുമ്മാ എന്തെങ്കിലും പറയല്ലേ. അവ തിരിച്ചു വന്നു. എങ്ങോട്ട്? ഇങ്ങോട്ട് വസനം നോക്കിയേ, വസനം നോക്കിയേ. ഫോട്ടോ എടുക്കുമല്ലേ വസന റൈറ്റ്. ഓക്കെ കുട്ടി ഫ്രണ്ടിരിക്കുന്ന കുട്ടി മാറാവോ. ആ ഓറഞ്ച് തലയുള്ള അത് ഉറപ്പല്ല. ആരൊക്കെ വന്നാലും ഞാൻ ബാബുവിന് സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടാ.
മുള്ളി ഞാൻ അത് ചോദിക്കാനാ വന്നത് സീറ്റുമാണല്ലോ അല്ലേ ഇപ്പൊ തന്നെ ഇൻസ്റ്റയിൽ ഇടണോടാ ഇത്. ആ സ്നാപ്ഗ്രാമിലിട്. ഞാനും ഉണ്ട്. മുള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതേ ഇതിന് വേണ്ടി കേട്ടോ. ഞാൻ ഉണ്ട് കാണിക്കാൻ. ആ അപ്പൊ photo എടുത്തോ? ആരൊക്കെ ഉണ്ട്? മന്ദാരം ഉണ്ടോ സ്നാപ്ഗ്രാമിലാ? അയ്യോ ഞാനൊന്നും എടുത്തിട്ടില്ല. എടുക്കല്ലേ. ഇതാ, ഇതാണ് അണ്ണനാണ് ഇവിടുത്തെ social media സോഷ്യൽ ല് മീഡിയ. ജസ്റ്റ് ഒന്ന് വരുമോ, ജസ്റ്റ് ഒന്ന് വരുമോ? വരൂ വാ വാ. പോയില്ലോടാ പോയി. എടാ ഇത് പണ്ടത്തെ ഹെയിലി മേഡം തന്നെയാണോ ഇത്? എനിക്ക് സൗണ്ട് കേട്ടിട്ട് ഒരു സിമിലാരിറ്റിയും തോന്നുന്നില്ലല്ലോ. ഈവന്റ് മാനേജ്മെന്റ് ബോബോയ് ഭയങ്കര ട്രൈ ചെയ്യുന്നുണ്ടാ, ഭയങ്കര ട്രൈ ചെയ്യുന്നുണ്ട് ബോബോയ്. എല്ലാത്തിലും സംശയിക്കാൻ എങ്ങനെയാണ് ബാബു ചേട്ടാ? ആണ് yes, yes. വിട്ടുകൊടുത്തേരെ അതാണ് ഇങ്ങനെ പെണ്ണൊന്നും കിട്ടാത്ത ടാക്സിക് ബാബു ചേട്ടൻ. നമുക്ക് ആവശ്യത്തിന് ഇടാൻ നീയൊക്കെ അവന്റെ ബർത്ത്ഡേ അവന്റെ ബർത്ത്ഡേ അല്ല ഹാപ്പി ബർത്ത്ഡേ ബോയ്. ഹാപ്പി താങ്ക് യു ബർത്ത്ഡേ. ബാബു ചേട്ടൻ. വെൽക്കം. വിശ്വാസത്തിലുള്ള ബാബു ചേട്ടൻ ഒന്നും എത്തിയില്ലല്ലോ. ഇത് മാറി. എടാ നേരത്തെ മുള്ളി 5000 അയച്ചില്ലേ? അതിൽ 2000 ബോബോയ് വസണ്ണ ബാബുഷേട്ട് K51 ഫാമിലിനെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അയ്യോ ഇല്ല ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും പോയി. ഇപ്പൊ തൽക്കാലം SK ഉണ്ട്, മായാവി ഉണ്ട്, ആ ബിബി പാത്തു ഉണ്ട്. കേക്ക്. ആ ഞാനുണ്ട്. ബാത്തുവിന്റെ ഗ്യാങ് ആണ് ബാത്തുവിന്റെ ഗ്യാങ്. ആ ഗ്യാങ്. ഗ്യാങ് ആകുമ്പോ അപ്പൊ ഉറപ്പാണ് മുള്ളി നല്ല ക്യൂട്ട് ഗ്യാങ് ആയിരിക്കും. അതെ ബാത്തുവിനെ പോലെ തന്നെ ക്യൂട്ട് ആയിരിക്കും അണ്ണാ. ഹാപ്പി ബർത്ത്ഡേ ബോബോയ്. അയ്യോ മുള്ളി ഒരു കാര്യം അണ്ണാ, എനിക്ക് ചോദിക്കാൻ എന്താ മറന്നു. മുള്ളി ഫീൽ ഇവിടെ ചെയ്യുന്നത്? മുള്ളി ഇടയ്ക്ക് വെച്ചിട്ടേ ഒരു കൊച്ചിന് ടൂൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ചന്ദ്രന്റെ പമ്പുകാരത്തിന്. മറ്റേ മിസ്റ്റർ എസിന്റെ കൂടെ ഉള്ള ഒരു കൊച്ചെ. ഞാൻ പറയട്ടെ എന്റെ ഒരു സമയം വെച്ചിട്ട് എന്തായിരിക്കും സംഭവിച്ചതെന്നൊന്ന് പറയോ നീ? നിന്റെ ഒരു ഊഹം. മുള്ളി നമ്മളെ കൂടുതൽ ആരാന്ന് പറഞ്ഞാല് അല്ല അതൊന്നും അല്ല. അല്ലേ ഗ്യാങ്ങിൽ ചേർന്നോ? അതുമല്ല. കുറച്ചുകൂടെ എന്റെ സമയം കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ മേളില്. കൊലയാ? കൊലയാ? ആ കൊച്ച RP നിർത്തി. പേടിച്ചു. സേഫാണ്. അപ്പൊ സേഫാണ്. പറയണത് പറയണം.